ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണെങ്കിൽ നമ്മുടെ വൈജിയെ കൊണ്ടുപോകാനായിട്ട് അലീനയും സഹോദരങ്ങളും എത്തി. ഏതായാലും അതിന്റെ ഒരു പൊടിപ്പൂരം തന്നെയാണ് ഇനിയിപ്പോ നമ്മുടെ കൈതക്കൽ തറവാട്ടിൽ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വൈജി ആണെങ്കിൽ അലീന വന്നതിന്റെ കട്ടക്കലിപ്പിലാണ്. വൈജ മാത്രമല്ല, നമ്മുടെ കമല വൈജ വന്നതിന്റെ കലിപ്പുണ്ട്, ഇപ്പത്തെ അലീന കയറി വന്നതിന്റെ കലിപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ വൈജയ്ക്കും കമലയ്ക്കും ഒക്കെ. ഈ സമയത്ത് ചായ ഇടാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കിച്ചണിനകത്തേക്ക് അലീന കയറി പോവുകയും ചെയ്തു. പിള്ളേർ അവിടെ എല്ലാവരും കൂടെ കളിക്കാനായിട്ട് ക്യാരംസ് ബോർഡൊക്കെ തപ്പി നടക്കുകയാണ്. അങ്ങനെ മനു ക്യാരംസ് ബോർഡൊക്കെ എടുത്തു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ കമല നേരെ ചെന്നു വൈജയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ വൈജ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം, എന്തറിഞ്ഞോന്നാ കമലയുടെ അടുത്ത് ഈ ചോദിക്കുന്നത്. അല്ല, അവള് ഇങ്ങോട്ടേക്ക് കയറി വന്നത് കണ്ടില്ലേ, ആ മൂദേവി. അവള് കയറി വന്നതൊക്കെ ഞാൻ കണ്ടു. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യണമെന്നാ കമലയുടെ അടുത്ത് ഈ പറയുന്നത്. നിനക്കൊന്നും ചെയ്യാനില്ലേടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ ഇങ്ങനെ ബന്ധു വീട്ടിലും കുടുംബക്കാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ? ആ, നാണക്കേട് തന്നെയാണ്. അതിനൊരു അവസാനം ഉണ്ടാക്കണ്ടേ, അതിനൊരു അന്ത്യം ഉണ്ടാക്കണ്ടേ? അവളെ അവിടെ വെച്ച് പൊറപ്പിച്ച് അതുപോലെ എല്ലാരും കൂടെ സൽക്കരിച്ച് അവളെ തലയെ കയറ്റി വെക്കാനാണോ വൈജ നിന്റെയും കൂടെ ഉദ്ദേശം എന്ന് പറയുമ്പോ ഞാന് പറയാനുള്ളത് പറഞ്ഞു, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടും ഇരിക്കുക കമലയിടത്തെ. എനിക്ക് അവളെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവളുള്ള ആ വീട്ടിൽ എനിക്ക് താമസിക്കാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടെ വന്നേക്കുന്നത്. അല്ലാതെ വേറെ എന്താ ഞാൻ പറയേണ്ടത്? ഇപ്പൊ എന്തേ അവള് കെട്ടി ഒരുങ്ങി ഇങ്ങോട്ടേക്ക് എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതേ, അതും എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നതേ വേറൊന്നിനുമല്ല. അവളുടെ ഉദ്ദേശം എല്ലാവരുടെയും മുമ്പില് പതിവ്രത ചമയ്യ, എല്ലാവരുടെയും മുമ്പില് നല്ലവളാവുക, അതിനുവേണ്ടി മാത്രമുള്ള അവളുടെ അടവാണ് എല്ലാവരെയും കൂട്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് കൂട്ടു നിൽക്കാനായിട്ട് എന്റെ മക്കളും ഉണ്ടല്ലോ എന്ന് പറയുമ്പം, അല്ല, നിന്റെ മക്കളെ എങ്ങനെയാടി മാറ്റിയെടുത്തത് അവള്? അയ്യോ, ബബിതയ്ക്കും രോഹിത്തിനും കണ്ണിന് കണ്ടുകൂടായിരുന്നല്ലോ ഈ പറയുന്ന നമ്മുടെ അലീനയെ. പിന്നെ രോഹിത്തിനെ മാറ്റിയെടുത്തത് രോഹിത്തിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് ആണെന്ന് പറയാം. ആര് പറഞ്ഞു രോഹിത്തിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് അവളാണെന്ന്? മറ്റോളൊന്നും അല്ല രോഹിത്തിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവൻ പുറത്തു വന്നു, അതാ. പിന്നെ എന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന. അല്ലാതെ അവളൊന്നുമല്ല രോഹിത്തിനെ ജയിലിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നത്. പിന്നെ എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞു തീർക്കുകയാണല്ലോ, അവളാണ് രക്ഷിച്ചത്, അവളുടെ കനിവ് കൊണ്ടാണ് എന്റെ മോൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ എന്റെ മോൻ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാകുക? അവൻ അലീനയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായി, അത് തന്നെ. പിന്നെ ബബിതേനെ അവള് വശത്താക്കി, കൃഷ്ണമോളെ വശത്താക്കിയതുപോലെ പെണ്ണുങ്ങളെ വശത്താക്കി എടുക്കാനുള്ള പ്രത്യേക ഒരു കഴിവും ആണുങ്ങളെ വശത്താക്കി എടുക്കാനുള്ള പ്രത്യേക ഒരു കഴിവൊക്കെ അവർക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇതിവിടെ തുടരാനായിട്ട് പറ്റത്തില്ല. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാല് കുടുംബം എല്ലാം ചിഹ്ന ഭിന്നമാകും. എല്ലാവരും ഇപ്പൊ അവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ ആരും അല്ലാത്തൊരവസ്ഥയാന്ന് പറയുമ്പോഴത്തേക്ക് വൈജ പറയുന്നുണ്ട്, ഏതായാലും അവളെ പറഞ്ഞയക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുക. അവളെ പറഞ്ഞയക്കാതെ വൈജ ആ വീട്ടിലേക്ക് കാല് കുത്തി ചെല്ലത്തില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കമല മനസ്സിൽ വിചാരിക്കുക, കാല് കുത്തത്തില്ല പിന്നെ കൈ കുത്തിയായിരിക്കുമല്ലേ ചെല്ലുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിരിയുണ്ട്. അപ്പോഴത്തേക്കാണ് ഈ വൈജു ചോദിച്ചു, എന്താ കമലയുടെ അടുത്ത് ചിന്തിക്കുന്നത്, എന്താ ചിരിക്കുന്നത്? ഞാൻ ഓരോന്നങ്ങ് ചിന്തിച്ച് നിന്നു പോയതാ. അതെ, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അവിടെ ഇങ്ങോട്ടേക്ക് കയറി വന്നതിന്റെ വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. അതെന്താണെന്ന് കമലയുടെ അടുത്തേക്ക് അറിയാമോ? എന്തുദ്ദേശം? മനു ഇവിടെ ഉണ്ടല്ലോ, അത് തന്നെ അവളുടെ ഉദ്ദേശം. മനുവിനെ സോപ്പ് ഇട്ട ചാക്കിലാക്കി വെച്ചിരിക്കുകയല്ലേ. മനു ആണെങ്കിൽ അവളില്ലാതെ ഇപ്പൊ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നടക്കാം. മനുവിന് ഈ ലോകത്തിൽ വേറെ ആരെയും പിടിക്കത്തില്ലല്ലോ. ഇപ്പം അലീനയാണല്ലോ മനുവിന്റെ മുമ്പിൽ ലോക സുന്ദരി. അപ്പോഴത്തേക്ക് നമ്മുടെ കമലയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ. കമലയ്ക്ക് ദേഷ്യം വന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ നിരഞ്ജനയും അതുപോലെ രോഹിത്തില്ല കേട്ടോ, കൃഷ്ണമോളും ബബിതയും ഒക്കെ ഇവരുടെ റൂമിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ഇവരുടെ റൂമിലേക്ക് കയറി വന്നു. ഇവര് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരുടെ റൂമിലേക്ക് കയറി വന്നു. ഒന്നെങ്കിൽ ഇവരുടെ റൂമിലേക്ക് കയറി വന്ന് കാണും, അല്ലെങ്കിൽ നമ്മുടെ നിരഞ്ജനയും അതുപോലെ ബബിതയും കൃഷ്ണമോളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പറയുന്ന ഭൂതനങ്ങൾ രണ്ട് ഭൂതനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയും കമലയും കൂടെ ചെന്ന് കാണും. അങ്ങനെ അവിടെ ചെന്നിട്ട് അലീനയെ കണ്ടില്ലല്ലോ. അപ്പം അലീന ഇവരുടെ കൂടെ ഇല്ല. ഇവര് കളിക്കുകയൊക്കെ ചെയ്യാണ്. ഇവര് ക്യാരം ബോർഡൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, അല്ല എന്തി ആ പിശാശിനെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ, പിശാശോ? ഏത് പിശാശിന്റെ കാര്യമാ അമ്മ ഈ പറയുന്നത്? ഈ വീട്ടില് അതിന് പിശാശുണ്ടോ?
ഓഹോ, അത് കൊള്ളാലോ, അത് പുതിയ അറിവാണല്ലോ എന്ന് പറഞ്ഞപ്പം, എടി പിശാചെന്ന് ഉദ്ദേശിച്ചതേ ആ മൂദേവിയാ. മൂദേവിയോ? ഏത് മൂദേവി? എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ല, ആരെയാ ഇപ്പൊ അമ്മയ്ക്ക് കാണേണ്ടത്? എനിക്കാരെയും കാണണ്ട. അവൾ എന്തിയെന്നാ ചോദിച്ചത്? ആ കുലീന. ഓ, അലീന ചേച്ചിയോ? എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. ഭൂതെന്നോ പ്രേതെന്നോ അതുപോലെ പിശാചെന്നോ അങ്ങനെ മൂദേവി എന്നോ എന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അലീന ചേച്ചിക്ക് ഒരു പേരുണ്ടല്ലോ. എല്ലാവരെയും പേരിടുന്നതിന്റെ ഉദ്ദേശം പേരിട്ട് വിളിക്കാൻ വേണ്ടിയല്ലേ. അലീന എന്ന് പറയണം. അവൾ അലീനയല്ല, കുലീനത ചമഞ്ഞു നടക്കുന്ന കുലീന. കുലീന. അവളുടെ തനി സ്വഭാവം എന്താണെന്ന് അറിയാതെയാ മക്കളെ നിങ്ങൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കമലയും പറഞ്ഞു. കമലയോടപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചിയുടെ തനി സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാ. കമലയാന്റിക്കും എന്റെ അമ്മയ്ക്കും മാത്രമാണ് ഇനി അത് മനസ്സിലാകാനുള്ളൂ. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? ബാക്കിയുള്ളവരെല്ലാവരും അലീന ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? അവൾ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്. അലീന ചേച്ചി അവിടെ കിച്ചണിലുണ്ടെന്ന് തോന്നുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. ഓഹോ, അവളപ്പം കിച്ചണിന്റെ ഭരണവും ഏറ്റെടുത്തോ? അവളപ്പോ ഇവിടെ വന്നത് കിച്ചണിന്റെ ഭരണവും കൂടെ ഏറ്റെടുക്കാനാണോ? അത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് കമല. അതിനാരും വിട്ടുകൊടുത്തതോ ഏറ്റെടുത്തതോ ഒന്നുമല്ല. ഇവിടെ ഭക്ഷണം ഒന്നുമില്ല കഴിക്കാനായിട്ട്. വിശക്കുമ്പം എന്തെങ്കിലും വായിക്കകത്തേക്ക് ചെല്ലണ്ടേ? അതിനുവേണ്ടി അലീന ചേച്ചി നേരെ കിച്ചണിലേക്ക് ചെന്നു. അത് ചുമ്മാതെയല്ല, ശിവനങ്കിള് പറഞ്ഞായിരുന്നു. അങ്കിള് പറഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ കമല, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും. എന്റെ കിച്ചണ്, എന്റെ അടുക്കള ഭരിക്കാൻ വേണ്ടി അവള് വന്നിരിക്കുകയാണല്ലോ. അവള് ഇവിടുന്ന് പറഞ്ഞയച്ച പാടെ എന്താന്നേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് തുള്ളി തീർച്ച് അങ്ങ് പോയി കേട്ടോ. കമല നേരെ കിച്ചണിലേക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് അലീനയാണെങ്കിൽ അവിടെ ചറപറ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ. ആദ്യം ഒരു കോഫിയൊക്കെ കൊണ്ടുപോയി നമ്മുടെ മനുവിനും അതുപോലെ തന്നെ ശിവനും എല്ലാവർക്കും കൊടുത്ത് പിള്ളേർക്ക് ഇപ്പം കോഫി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നു. കിച്ചണിൽ നമ്മുടെ അലീന തകൃതം സ്പീഡിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനേക്കാളും സ്പീഡിലാണ് നമ്മുടെ വന്ദേമാതര് പോകുന്ന പോലെയാണ് നമ്മുടെ കമല ചെന്ന് കയറുന്നത്. കമല ചെന്ന് കയറിയിട്ട് രൂക്ഷമായിട്ട് നോക്കുക. കിച്ചണിനകത്ത് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അലീന. ആരാടി നിന്നോട് പറഞ്ഞത് എന്റെ കിച്ചണിനകത്ത് എന്റെ അടുക്കളയിൽ കയറാനായിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അത് പിന്നെ ആന്റി, ഞാനിവിടെ കയറി ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഒന്നും ഇവിടെ ഇരിപ്പില്ല, എന്തെങ്കിലും കഴിക്കണ്ടേ, എല്ലാവരും ഉള്ളതല്ലേ. ഇച്ചിരി എന്തോ ചോറോ കറികളോ ഒക്കെ ഇരിപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, ഇവിടെ ആരും ഒന്നും കഴിച്ചോ ഇല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇവിടെ ആരെങ്കിലും കഴിച്ചോ ഇല്ലോ എന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടത്തെ അടുക്കളയില് നീ നീ ആരുടെ പെർമിഷൻ ചോദിച്ചിട്ട് അടി കയറിയത്? നീ ആണുങ്ങളുടെ മുമ്പിൽ ചെന്ന് പെർമിഷൻ ചോദിക്കുക എന്നുള്ളതല്ലാതെ പെണ്ണുങ്ങളുടെ മുമ്പിൽ വരാൻ നിനക്ക് ധൈര്യം ഉണ്ടോടി? ശിവരേട്ടനെ വളച്ച് കയ്യിലെടുത്ത് വെച്ചിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കമലാന്റി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ ആന്റിയോട് ഒന്നിനും വന്നില്ലല്ലോ. ഞാൻ ആന്റിയോട് തർക്കിക്കാൻ വന്നു? ഇല്ലല്ലോ. ആന്റി എന്നെ കിച്ചണിൽ കയറ്റിയില്ലെങ്കിൽ ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാം. ആന്റിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, കിച്ചണിൽ നിൽക്കുന്നില്ല. ആന്റി അത് പറഞ്ഞ പോരെ, എന്തിനാ വെറുതെ മോശമായ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഓ, നീയാടി മോശക്കാരി, ഞങ്ങളല്ല മോശക്കാരി. എടി, നീ ഈ വീട്ടിൽ കയറി കാല് കുത്തി അന്ന് തുടങ്ങിയ കഷ്ടകാലാണ്. അറിയാലോ, ഇവിടെ ഹരി പോലീസ് സ്റ്റേഷനിലായതൊക്കെ നീ കാരണമെന്ന് പറഞ്ഞപ്പം, അല്ല കമലയാന്റിയുടെ മകൻ പോലീസ് സ്റ്റേഷനിലായത് അത് ഞാൻ എങ്ങനെ കാരണമാകും? കമലയാന്റിയുടെ മകൻ ഏതോ ഒരു പെണ്ണിനെ വളച്ച് പാട്ടിലാക്കി ഏതോ കുറെ കൂട്ടുകാരന്മാരെ കൊണ്ടുപോയി അവിടെ ചെന്ന് ആ പെങ്കൊച്ചിനെ നശിപ്പിച്ചു. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ ഇതിന്റെ ഇടയ്ക്ക് അതിന് ഉത്തരവാദിയാകുന്നത്? നീ കൂടുതൽ എന്നോടൊന്നും കൊണകൊണ പ്രസംഗിക്കേണ്ട, മര്യാദയ്ക്ക് ഇരുന്നോണം. ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയാടി. നീ പതിയെ കിച്ചണിൽ കയറി, പതിയെ വീട്ടിൽ കയറി, പതിയെ നീ മനുവിന്റെ മനസ്സിൽ കയറി. നിനക്ക് ഈ വീട്ടിലേക്ക് കയറി വരാനല്ലേടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കമലയാന്റി മനസ്സിൽ എന്തൊക്കെയോ എന്നെ വിചാരിച്ച് കമലയാന്റി എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര പറഞ്ഞാലും കമലയാന്റി അത് മാറ്റാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ഒരു ഉദ്ദേശമുള്ളൂ, ഇവിടുന്ന് വൈജയ മേഡത്തിനെ കൊണ്ടുപോവുക. അതിനുവേണ്ടിയാണ് ഞാൻ രോഹിത്തിനെയും കൃഷ്ണമോളെയും ബബിതയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ വേറെ ഒന്നും പിടിച്ചടക്കാനോ കയ്യിലൊതുക്കി വെക്കാനോ അല്ല. അതൊക്കെ വെക്കാമെങ്കിൽ എനിക്ക് പണ്ടേ ആകായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, കാണിച്ചു തരാടി നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശിവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വന്തവും കൊളുത്തിക്കൊണ്ട്. എന്റെ പൊന്നോ, ശിവൻ അവിടെ ഇരിക്കുകയായിരുന്നു. ശിവൻ ഒന്നാമത് സമാധാനമില്ല. അതിന്റെ കൂടെ കമല ചെന്നിട്ട്, നിങ്ങളാണോ അവളെ അടുക്കളയിൽ കയറ്റിയത്? നിങ്ങളാണോ അവളോട് പറഞ്ഞത് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്?
അതെ ഞാനാ പറഞ്ഞത്. അതിനെന്താ കമലെ? ആഹാ, എന്റെ അടുക്കളയില് അതും എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ കയറ്റാനായിട്ട്? അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ തോന്നിവാസം കാണിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല. അവളുടെ ഉദ്ദേശവും എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അവള് പതുക്കെ അടുക്കളക്കാരി ആയി അവള് വീടിനകത്തേക്ക് കയറും. ഇങ്ങനെ തന്നെയാണല്ലോ ബാലചന്ദ്രന്റെ വീട്ടിൽ ചെന്നിട്ടും അവള് പതുക്കെ അടുക്കളക്കാരിയായി. പിന്നെ പതിയെ പതിയെ അവൾ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. ഇപ്പം അവളാണല്ലോ അവിടുത്തെ അധികാരി. അങ്ങനെ ഇവിടത്തെ അധികാരിയാക്കാനേ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ പൊന്നു കമലെ, നീ ഒന്നും മിണ്ടാതിരിക്കും. ഇതെല്ലാവരും കേക്കില്ലേ? കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. എനിക്കൊന്നറിയണം. ദേ, അവളോ അതോ ഞാനോ? അവളെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിലേ എന്റെ കോണം മാറും. പിന്നെ അവക്കൊരു ഉദ്ദേശമുണ്ട്, ഈ വീട്ടിലേക്ക് വലത് കാലി വെച്ച് കയറുകയെന്ന്. മനു അവളെ വലത് കാലം വെച്ച് ഈ വീട്ടിലേക്ക് അവന്റെ ഭാര്യയായിട്ട് എന്റെ മരുമകളായിട്ട് കൊണ്ടുവരാൻ ഓർത്തോണ്ടിരിക്കുക. നിങ്ങൾക്കും അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ നടക്കത്തില്ല മനുഷ്യൻ, നടക്കത്തില്ല. അവള് വലതുകാല് വെച്ച് കേറുന്ന ദിവസം ഞാൻ അവളുടെ ഇടതുകാല് വെട്ടും. അതാ ഉണ്ടാകാൻ പോകുന്നത്. ആഹാ, ദേ മര്യാദയ്ക്ക് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോന്ന് പറയുമ്പോ നീ ഒരു കാര്യം ചെയ്യുക കമലെ. എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കിച്ചണിൽ കയറി ഭക്ഷണങ്ങളും സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്ക്. അപ്പൊ പിന്നെ തീർന്നില്ലേ പ്രശ്നം? അതിന് പുറത്തു പൊക്കോളും. ഓ പിന്നെ വന്നവർക്കും കണ്ടവർക്കും പോകുന്നവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. മനുഷ്യന് സ്വൈര്യമില്ല. ആദ്യം തള്ള കയറി വന്നു, അതിന്റെ പുറകെ പിള്ളാര് കയറി വന്നു, അതിന്റെ പുറകെ വേലക്കാര് കയറി വന്നു, ഇനി ആരൊക്കെ കയറി വരാനിരിക്കുന്നു? എന്റെ പൊന്നു വൈജ, നീ ആരോടാ അല്ല കവലെ, നീ ആരോടാ യുദ്ധത്തിന് പോകുന്നത്? നീ യുദ്ധത്തിന് പോകാന് ഒരുങ്ങി തയ്യാറെടുത്ത് നിൽക്കുക വെറുതെയാ കമലെ. നീ ഒരു കാര്യം, ഒന്ന് പൊടിക്കടങ്ങി ഒരു സമീപനം പാലിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് ചെന്ന് ഇരിക്കുക. ഇപ്പം അത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അല്ലാതെ അലീനയെ പറഞ്ഞു വിടാനോ വന്ന് കയറിയവരെ പറഞ്ഞു വിടാനോ ഒന്നും എനിക്കിവിടെ പറ്റത്തില്ല. നീ എനിക്കൊന്ന് സമയം എന്താ നീ അതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ, ഓ അലീനയെ അപ്പം ആർക്കും പറഞ്ഞു വിടണ്ടല്ലേ? അല്ല, അലീന ഇവിടെ കയറി വന്നല്ലോ, എന്നാ പിന്നെ കഴിവുള്ള ആണുങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ടെ അവളെ കൊണ്ട് ആ ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ മനസ്സൊന്നും മാറ്റിപ്പിക്കത്തില്ലേ? അതിനും അവക്ക് പറ്റത്തില്ലല്ലോ. ഓ, അവക്ക് അതിനൊന്നും പറ്റത്തില്ല. അവള് വിചാരിക്കുമായിരുന്നു ഇപ്പൊ എന്റെ മോനുണ്ടല്ലോ ജയിലിൽ കിടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ കമലെ, 100 വട്ടം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാ. ഒരു പെണ്ണിന്റെ മുമ്പിൽ പോയി നിന്ന് ഇങ്ങനെ കേണ് താന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്റെ വില പോകുന്ന കാര്യ. അവള് പറയുന്ന ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഇല്ലാതെ ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നീ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാതെ നീ ഒരു കാര്യം ചെയ്യ. ഇപ്പം അവിടെ വൈജ ഉണ്ടല്ലോ, പൊടിയും തൊങ്ങലും ഒക്കെ വെച്ച് എന്തെങ്കിലും കൊതിയും നുണയും ഒക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുക. അതായിരിക്കും രണ്ടിനും നല്ലതെന്ന് പറഞ്ഞ് നമ്മുടെ ശിവൻ അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ പകുതിയോളം നമ്മുടെ മനു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ശിവൻ അങ്ങ് ഇറങ്ങി ചെന്നതും മനു അവിടെ നിപ്പുണ്ടായിരുന്നു. മനു ഇങ്ങനെ ഒരു കൈയൊക്കെ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, മടുത്തു, സത്യം പറയാലോ സ്വൈര്യമില്ല. ആ ജോലി സ്ഥലത്ത് എങ്ങാനും ഇരിക്കുമായിരുന്നെങ്കിലേ എനിക്ക് ഇത്രയും സ്വൈര്യക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സ്വൈര്യം ഇനി എന്തോരം പോകാനാ കിടക്കുന്നത് അച്ഛാ. പകുതി സ്വൈര്യല്ലേ പോയിട്ടുള്ളൂ, മുഴുവൻ സ്വൈര്യം പോകുന്ന സമയമൊക്കെ വരുമല്ലോ. അങ്ങനെയാണല്ലോ കാര്യങ്ങള്. അല്ല, നീ എന്താ പറയുന്നത്? മനസ്സിലായില്ല. ഏയ്, പല കാര്യങ്ങൾ ഓർത്തിട്ട് ഞാനങ്ങ് പറഞ്ഞതാ. അലീനയുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉടനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അലീനയെ പറഞ്ഞു വിടാനായിട്ട് ബാലചന്ദ്രൻ അങ്ങള് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എന്തിനാ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി വൈജാന്റി ഇത്ര മസിൽ പിടിച്ച് വീട് മാറി നടക്കുന്നത്? വീട് മാറ്റലും ഈ മസിൽ പിടുത്തവും മാത്രമേ ലാസ്റ്റ് കാണത്തുള്ളൂ. നമ്മുടെ അലീന ആ വീട്ടിൽ തന്നെ നിൽക്കും. ഒരിക്കലും അങ്കിള് അവളെ പറഞ്ഞു വിടാൻ പോകുന്നില്ല. പിന്നെ അച്ഛന്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. അതെ, അമ്മ പറഞ്ഞത് തന്നെ, എന്റെയും അലീനയുടെയും കാര്യം. അതോർത്ത് അച്ഛൻ ഇപ്പം വറീഡ് ആവുകയോ വേണ്ട, അതോർത്ത് അച്ഛൻ ഇപ്പം വിഷമിക്കുകയും ചെയ്യണ്ട. കാരണം ഒരിക്കലും ഞാൻ അവളെ എല്ലാവരുടെയും സമ്മതമില്ലാതെ വലിച്ചു കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരുമോ, എന്റെ ഭാര്യയാക്കുവോ, ഈ വീട്ടിൽ വെച്ച് താമസിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. അവളോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആ ഒരു ഇഷ്ടം നിങ്ങളോടും തുറന്നു പറഞ്ഞു. അവൾ ഇതുവരെ എനിക്ക് റെസ്പോണ്ട് തന്നിട്ടില്ല. അവൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അവളുടെ മനസ്സിൽ എന്താന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്റെ ഇഷ്ടം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, അത്രമാത്രം. അതിന് അമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും പൊട്ടത്തരം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോർത്ത് അച്ഛൻ വറീഡ് ആകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നമുക്ക് എങ്ങനെയെങ്കിലും ഹരിയുടെ കാര്യം സെറ്റാക്കാൻ നോക്കാം. ഇപ്പം അതാണ് നമ്മൾ പ്രാധാന്യമായിട്ട് കാണുന്നത്, ബാക്കി ഒന്നും കാണണ്ട. പിന്നെ വൈജ ആന്റിയും ബാലചന്ദ്രൻ അങ്കിളും മക്കളും അലീനയും തമ്മിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിനൊക്കെ എന്തെങ്കിലും പരിഹാരം കണ്ടുകൊടുക്കുക. ആ പ്രശ്നമൊക്കെ വരുത്തി വെച്ചതും വേറെ ആരും അല്ലല്ലോ, കൈതക്കൽ വീട്ടിലെ കുടുംബക്കാര് തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോയി. മനു കുറച്ച് കുത്തി സംസാരിച്ചതുപോലെ നമ്മുടെ ആർക്കാ
ശിവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ എത്തിയായിരുന്നു വീട്ടില്. ബാലചന്ദ്രൻ മക്കളോടൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത്. ബാലചന്ദ്രൻ വന്നപ്പോ വീടെല്ലാം ആകെപ്പാടെ ഉറങ്ങിക്കിടക്കാണ്, പിള്ളേരോ ഒന്നും ഇല്ലല്ലോ. ബാലചന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നു. ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, ഇതിനൊരു അവസാനം ഇല്ലല്ലോ, ഒരു അവസാനം വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ച് പെറുക്കിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. ഇനിയിപ്പം എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെയാണ് ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇത്രയും സീൻസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വൈജയുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി ആങ്ങളമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗംഗാധര മേനോനും അതുപോലെ രാജീവനും ഒക്കെ ശിവനെ വിളിക്കുന്നു, സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്. അപ്പം ഇവർക്കൊക്കെ അലീനയെ പറഞ്ഞയക്കാൻ തന്നെയാണ് ഇവർക്കും താല്പര്യം. അലീനയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ പോലും അലീനയെ ഒന്ന് സേഫ് ആക്കി, അലീനയും സേഫ് ആക്കണം, അതുപോലെ വൈജയുടെ കുടുംബജീവിതവും സേഫ് ആക്കണം. അവർക്ക് പെങ്ങൾ തന്നെയാണല്ലോ പ്രാധാന്യം. അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.